ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യുഎസ്ഡി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൽ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഇവിടെ നിന്ന് മൈനർ ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ സെല്ലിലേക്കുള്ളൊരു ട്രെൻഡാവും. പിന്നീടുള്ള ലിക്വിഡിറ്റിയിൽ നമുക്ക് ട്രേഡ് നോക്കാമെന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നലെ ചെറിയൊരു ട്രേഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ട്രേഡ് ഞാൻ നോക്കിയിട്ടുമില്ലായിരുന്നു. ഈ ഒരു BOSന് ശേഷം ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, സെൽ സോൺ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ RR വളരെ കുറവായിരുന്നു മേജർ ലോയിലേക്ക് നോക്കിയപ്പോൾ. ഈ ഒരു സാധ്യത മാത്രമേ ഇന്നലെ ഗോൾഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ യൂറോ യുഎസ്ഡിയിൽ നോക്കുകയാണെങ്കിലും ഒരു എൻട്രിക്ക് സാധ്യത ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ലെവൽസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തും ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല. നല്ല സെല്ലാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ശേഷമുള്ള ഗോൾഡിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOS ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഫസ്റ്റ് സാധ്യത എന്ന് പറയുമ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേജർ ട്രെൻഡിന് ശേഷം ഈ ലോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് 50 മിനിറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലോയിൽ വെച്ചൊരു കൗണ്ടർ ട്രെൻഡിൽ എൻട്രിക്ക് സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് വരുവാണെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള ഈ സെൽ സോൺ ഇതിലേക്ക് വന്നതിന് ശേഷമൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇൻഡ്യൂസ്മെൻറ്റിൽ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലോ ഈ സെല്ലിംഗ് സോണിലേക്ക് വെച്ചതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും മേജർ ട്രെൻഡ് അനുസരിച്ച്. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് തന്നെ 50 മിനിറ്റ് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡുകളും നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതകളാണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഫസ്റ്റത്തെ ഒരു എൻട്രിക്ക് സാധ്യത എന്ന് പറയുമ്പോൾ ഈ ലോയിൽ ഒരു കൗണ്ടർ ട്രെൻഡിലെ എൻട്രിക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി മുകളിലോട്ട് വരുവാണെങ്കിൽ മേജർ ട്രെൻഡ് സെല്ലായതുകൊണ്ട് സെല്ലിലേക്ക് തന്നെ ആയിരിക്കും നോക്കി പോകാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറും തൊട്ടടുത്തുള്ള ഈ സെൽ സോൺ ഇത് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ ഇതിലേക്കൊക്കെ വരുവാണെങ്കിൽ. ഓക്കെ അല്ല, ഇത്രയും സാധ്യതയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അതേപോലെ തന്നെ യൂറോ യുഎസ്ഡിയിൽ നോക്കുകയാണെങ്കിലും യൂറോ യുഎസ്ഡിയിൽ മറ്റേ ട്രേഡുകളോ കാര്യങ്ങളോ നല്ലതില്ലായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞ മൈനർ ട്രെൻഡിൻ്റെ ഇവിടെ നിന്ന് സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നല്ല സെല്ല, അവിടെ നിന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നീട് നോക്കുകയാണെങ്കിലും പുതിയൊരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ യൂറോ യുഎസ്ഡിയുടെ സാധ്യത നോക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് ഇന്ന് വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഒരു ട്രേഡ് നോക്കാനായിട്ട് വരും കേട്ടോ. ഫസ്റ്റത്തെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ സാധ്യതയുണ്ട്. മേജർ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം RR ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പിന്നീട് ഒരു ഇവിടുന്ന് എൻട്രി കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കാനായിട്ട് പറ്റുന്നത് ഈ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം യൂറോ യുഎസ്ഡിയിൽ എന്താണ് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് നോക്കാം. ഇനി ഇതിലേക്ക് വന്നതിന് ശേഷം ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് 50 മിനിറ്റ് കിട്ടുവാണെങ്കിലും ഈ മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ നോക്കിയും ട്രേഡുകൾ എടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സെല്ലിംഗ് സോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലുണ്ട്. ഇത് മെയിൻ ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സെൽ സോണിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് കേട്ടോ. ഇത്രയും സാധ്യതയാണ് യൂറോ യുഎസ്ഡിയിൽ വരുന്നത്. പിന്നെ ഇതിനെയും പ്രൈസ് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രം കൗണ്ടർ ട്രെൻഡിൽ ഒരു എൻട്രി നോക്കിയാൽ മതി. ഇവിടെ നിന്ന് എൻട്രി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം RR ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഈ സാധ്യതകളെ യൂറോ യുഎസ്ഡിയിലും വരുന്നുള്ളൂ. ഇനി നിഫ്റ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയ ലെവൽസിൽ നിന്ന് ട്രേഡുകൾ ഉണ്ടായിരുന്നു. സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നല്ലൊരു സെല്ല് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നും ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം 1:3 മേലെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റിയ ട്രേഡായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല സെല്ലായിരുന്നു ഇന്നലത്തെ ദിവസം മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കുമ്പോൾ ഏതാണ് മാർക്കറ്റ് 2 ലിക്വിഡിറ്റിയിലും ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സെല്ലിലേക്ക് മാത്രമാണ് ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇവിടെ കറക്റ്റായിട്ട് പ്രൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 23,935 ഈ ഒരു പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നതിന് സെല്ലിലേക്ക് ഒരു എൻട്രി നോക്കാനായിട്ട് വരും കേട്ടോ. ഈ സാധ്യതയാണ് നിഫ്റ്റിയിലുള്ളത്. ഇത്രയും സാധ്യതകളേ ഉള്ളൂ. അത്ര അഗ്രസീവായിട്ട് നിൽക്കാൻ പറ്റിയൊരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല 1-2 ദിവസമായിട്ട്. അപ്പോൾ നല്ല നല്ല എൻട്രീസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വീഡിയോ ഷെയർ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.